വീടൊക്കെ പൊട്ടിട്ടിങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്നിരുന്നു. അന്നേരം വിളിയോട് ഞാനും മോനും ഭാര്യയും വന്നു. വിളിച്ചിട്ട് പിന്നെ ഒരു അനക്ക് ആരുമില്ല, പിന്നെ പട്ടികൾ മാത്രം വരുന്നു. പിന്നെ ആരും വന്ന് പറഞ്ഞ് പിടിച്ചിപ്പോ ഇവിടെ അല്ല, കോട്ടേഴ്സിലാണെന്ന് പറഞ്ഞു. പിടിച്ചിപ്പോ കോട്ടേഴ്സിലാണ്. വീട്ടിൽ പോകാറില്ലേ? അവര് പറഞ്ഞു വീട്ടിൽ വരാറില്ല. 6 ദിവസത്തേക്ക് വരും അല്ലേ? പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബോണക്കാടിനടുത്തുള്ള തോടയാറിലാണ്. അഗസ്ത്യാർകൂട മലനിരകളുടെ ഭാഗമായ പാണ്ടിപ്പത്ത് മലയിലെ ചാമ്പലപ്പിൽ നിന്നാണ് തോടയാറിൻ്റെ ഉത്ഭവം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തോടയാറിലും ഈ വനമേഖലയിലും എത്ര തവണ വന്നു എന്നുള്ളത് എനിക്ക് തന്നെ എണ്ണിപ്പറയുവാൻ കഴിയുന്നില്ല. തോടയാറിൻ്റെ ഇടതുഭാഗത്താണ് ചെമ്മാങ്കാലയിലെ കാണി സമുദായത്തിൽപ്പെട്ട കാടിൻ്റെ മക്കളുടെ സെറ്റിൽമെൻറ്റ് ഏരിയ. ഞാനിവിടെ വരാറുള്ളപ്പോൾ ഇവരുടെ ഊരുകളിലാണ് രാത്രി തങ്ങാറുള്ളത്. ഇനി നമ്മൾ കാണുവാൻ ആഗ്രഹിച്ച വാഴ്വാൻ തോടിൻ്റെ മനോഹാരിതയിലേക്ക് നമുക്ക് പോകാം. വാഴ്വാൻ തോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാട്ടിനുള്ളിൽ നിൽക്കുന്ന ഉയർന്ന പാറക്കെട്ടുകളിൽ നിന്നും ഹുങ്കാര ശബ്ദത്തോടെ പാലുപോലെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം, ചിന്നിച്ചിതറി പരന്നും പൊങ്ങിയും കിടക്കുന്ന വിശാലമായ പാറകളിലൂടെ നിറഞ്ഞൊഴുകി കാടിൻ്റെ മധ്യത്തിൽ കൂടി മരങ്ങളിലും ആറ്റുവഞ്ചിയിലുമൊക്കെ തട്ടിയുരുമി വളഞ്ഞു പുളഞ്ഞ് കളകള ശബ്ദത്തോടെ ഒഴുകിപ്പോകുന്ന അതിമനോഹരമായ കാഴ്ച ഏതൊരു മനുഷ്യനെയും വിസ്മയിപ്പിക്കുന്നതാണ്. മഴ സമയത്തൊക്കെ ഈ തോടയാറിൽ നമുക്കിങ്ങനെ നിൽക്കാനേ സാധിക്കില്ല. അത്രയ്ക്കും വേഗതയിലാണ് കരകവഞ്ഞൊഴുകി തോടയാർ പോകുന്നത്. പാണ്ടിപ്പത്തിലെ ചാമ്പലപ്പിൽ നിന്നും ഉത്ഭവിച്ച് ബോണോ ഫാൾസിലെത്തി ബോണോ ഫാൾസിൽ നിന്നും കുത്തനെയുള്ള നല്ല ഉയരത്തിൽ നിന്ന് വെള്ളച്ചാട്ടമായി മാറി അവിടെ നിന്നും ഒഴുകി വലിയ പാറ ഇടുക്കുകൾ വഴി വരുന്ന തോടയാർ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വാഴ്വാന്തോട് വെള്ളച്ചാട്ടമായി ഇവിടെ വെച്ച് മാറുകയാണ്. ബോണോ ഫാൾസ് വലിയ അപകട മേഖലയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആനകൾ എപ്പോഴും വിഹരിക്കുന്ന സ്ഥലമാണ് ബോണോ ഫാൾസ്. അവിടെ 2 പേരെ ആനകൾ ചവിട്ടി കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന കയങ്ങളുമുണ്ട്. ഏതായാലും നിങ്ങളെ ഞാൻ ആ മനോഹരമായ വാഴ്വാന്തോട് വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വാഴ്വാന്തോടിൻ്റെ മനം മയക്കുന്ന കാഴ്ചയ്ക്കൊപ്പം ശക്തമായ വഴുക്കലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. ശക്തമായ വഴുക്കലുള്ള പാറയിൽ കൂടി വളരെ ശ്രദ്ധിച്ചും ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുമാണ് പോകേണ്ടത്. പലപ്പോഴും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 15 വർഷം മുമ്പ് ഞാൻ ഈ തോടയാറിൽ കുളിക്കുന്ന സമയത്ത് മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ഏകദേശം 700 മീറ്റർ അകലെയായി ഞാൻ ഒഴുകി ഒരു പാറയിൽ തട്ടി നിൽക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ വെള്ളത്തിൽ നിന്ന ഒരു ആറ്റുവഞ്ചിയിൽ പിടിച്ച് നിൽക്കുകയും എൻ്റെ സുഹൃത്ത് ഗീ വർഗീസ് എന്നെ കരയിലേക്ക് പിടിച്ച് കയറ്റുകയും ചെയ്തു. ഒഴുകിപ്പോയാൽ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള കുട്ടിയാറിലെത്തുകയും അവിടെ നിന്ന് അടുത്തുള്ള പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഏതായാലും മനോഹരമായ വാഴ്വാന്തോടും കാടിൻ്റെ വശ്യതയാർന്ന കാനന ഭംഗിയും ആസ്വദിക്കാനായി നമുക്ക് വാഴ്വാന്തോടിലേക്ക് പോകാം.
ഓക്കെ. വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ട്രെക്കിംഗ് ഇത്തിരി പാടാണെന്ന്. നല്ല കഠിനമായ ഇറക്കം കൂടെ ഉണ്ട് കേട്ടോ. ശർമ്മ ചേട്ടാ, നമ്മുടെ ശർമ്മ ചേട്ടൻ മുമ്പേ പോകുന്നുണ്ട്, നമ്മുടെ ഗൈഡും മുമ്പേ പോകുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. എളുപ്പമല്ല, നല്ല വഴുക്കലുള്ള വഴിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് വരണം. ഞാൻ ക്രോക്സ് ഇട്ടുകൊണ്ടാണ് വന്നത്. ക്രോക്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓ സൂപ്പർ കേട്ടോ. നല്ല കാലാവസ്ഥ, നല്ല ഈർപ്പമുള്ള അന്തരീക്ഷം, സൂപ്പർ ട്രെക്കിംഗ്. ഗൈഡ് ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കാടാട്ടോ. ഈട്ടിത്തടി ഉണ്ടോ? ഈട്ടിത്തടി. എല്ലാവിധ വന്യജീവികളും ഇവിടെ ഉണ്ട്. രാജവെമ്പാല, എല്ലാവിധ പാമ്പുകൾ, കരടി. അപ്പോൾ ഗൈസ് നമ്മൾ വാഴ്വാന്തോള് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ ശർമ്മച്ചേട്ടൻ മുമ്പേ ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറിയിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കുക അവിടുത്തെ കാഴ്ചകൾ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? ഇതുവരെയുള്ള ട്രെക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ട്രെക്കിംഗ് ആയിരുന്നില്ലേ? അതെ, അത്രേ ഉള്ളൂ. നമ്മുടെ കൂടെ വന്ന ഗൈഡ് വിഷ്ണു ആണ് കേട്ടോ. വിഷ്ണു നമ്മളെല്ലാം കാണിച്ചു തന്നു. കാട്ടിലെ എല്ലാ ചെടികളും കാണിച്ചു തന്നു. എന്തൊക്കെ കഴിക്കാൻ പറ്റായിക എല്ലാം കാണിച്ചു തന്നു. ഈ വ്യൂസ് ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഓ അടിപൊളി. അധികം ഓ ഗൈസ്, കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. കുറച്ച് പാടാണ്. കാണാം അടിപൊളിയാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടായി കയറണം. ഈ കല്ലുകളും കുറച്ച് കഠിനമാണ് കേട്ടോ. വാഴ്വാന്തോള് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. കുറച്ച് ഫിസിക്കലി ഫിറ്റായ ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റൂ. മാത്രമല്ല ഇത് കുറച്ച് ഡേഞ്ചറസും കൂടെയാണ്. ഇപ്പം നിങ്ങൾ കയറി പോകുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ക്ലൈമ്പിൻ്റെ സ്റ്റീപ്നെസ് ഉണ്ടോ? അത്രയും സ്റ്റീപ്പാണ് ക്ലൈമ്പ്. അപ്പോൾ നമ്മുടെ ഗൈഡ് വിഷ്ണു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ. നല്ല സ്റ്റീപ്പ് ക്ലൈമ്പാണ്. കയറി പോവുകയാണ്. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ടും ട്രിവാൻഡ്രം ജില്ല, കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് ഇത്. നെവർ മിസ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കാടിൻ്റെ ഉള്ളിൽ ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. അതല്ലേ ശരിക്കും വരും. ഇവിടെ വരൂല, താഴേക്ക് വരും.
ഗൈസ് 20 വർഷം മുമ്പ് നമ്മുടെ അല്ലേ ഇങ്ങനെ വീശിയൊന്ന് വരണം. ഓ പോകുന്ന വഴിക്ക് ചെറിയ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. അത്ര കിടിലൻ ട്രക്കിംഗ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, നല്ല അട്ടയൊക്കെ ഉണ്ടാവും. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ വാഴവാന്തോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇതൊക്കെ ഒന്ന് കാണാനും അത് ഒന്ന് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, എന്ത് ദൈവമേ എന്ത് കിടിലാന്ന് നോക്കിയാൽ. അങ്ങ് ദൂരെ നോക്കിക്ക് വെള്ളം ഒലിച്ച് കാട്ടിന്ന് ഇങ്ങനെ വരുന്നത്, നല്ല കിളികളുടെ ശബ്ദം, അങ്ങനെ എല്ലാം ഉണ്ട്. അടിപൊളിയാണ് ഈ സംഭവം. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു ഇതാണ്. ഇത് വാഴവാന്തോൾ ശരിക്കും പ്രോപ്പർ വെള്ളച്ചാട്ടമല്ല, നദിയാണ്. നദിയുടെ ഒരു പോർഷനാണ്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ കാടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. ആകടി ഇല്ലല്ല, ഞാൻ പോസ് ആക്കിയായിരുന്നു. യാത്ര കുറച്ച് ഓക്കെ ആണോ? വീഡിയോ ആണ്. നമ്മുടെ ശർമ്മ ചേട്ടൻ കാട്ടരുവിന്ന് കുറച്ച് വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം അത്രയും തണുപ്പും അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അയ്യോ പേടിപ്പിക്കല്ലേ. ശർമ്മ ചേട്ടാ അങ്ങോട്ട് പോകണ്ട, അത് ഭയങ്കര ഉള്ളിലാ. വാ, ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലത്താട്ടോ രാജവെമ്പാലയൊക്കെ ഉണ്ടാകുന്നത്. ശർമ്മചേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. വാ ഇങ്ങ് വാ. എനിക്ക് പേടിയാവുന്നുണ്ട്, പക്ഷെ പുള്ളി അത്ര അഡ്വഞ്ചറസാ. അത് ക്യാപ് ഇത് നമ്മുടെ അഡ്വഞ്ചറിൻ്റെ ഭാഗമല്ലേ.
നരങ്ങിയാട്ടാ എടുക്കാം രക്ഷയില്ലേ ഒരു രക്ഷയില്ല അതെ ചമ്മയുടെ നിരങ്ങി പോവുക ഇങ്ങനെ ഇതിലൂടെ പോകാൻ പറ്റും നല്ല വഴുക്കലാട്ടാ ഒരു രക്ഷയില്ല ഞാൻ ആദ്യം ഒന്ന് തെന്നിപ്പോയത് കണ്ടില്ലേ നിങ്ങള് നല്ല വഴുക്കലായതുകൊണ്ട് ഇതുപോലെ നിരങ്ങി ഇവിടെ പോകാവൂ അതാണ് സേഫ് ഈ വീഡിയോയിൽ എന്തായാലും കിട്ടുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല ലെൻസ് മൊത്തം വെള്ളമാണ് മൈക്ക് മൊത്തം നനഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് സ്വദേശിയാണ് ബോഡി ഫേസിന്റെ കൂട്ടുകാരനാണ് ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ചേട്ടനാട്ടോ പുല്ലുവിളക്കാരനാണ് എല്ലാവർക്കും നമ്മളെ ബോഡി ഫേസും ആൾക്കാരെയൊക്കെ അറിയാം ഓക്കെ താങ്ക് യു